ഞങ്ങളൊന്നും പറഞ്ഞിട്ടില്ലല്ലോ. ഞങ്ങൾ എന്താ പറഞ്ഞത്? ഞങ്ങള് തീവ്രവാദ നിലപാടുള്ള ഒരു കക്ഷികളുമായും ഞങ്ങൾക്ക് ഒരു ബന്ധവുമില്ല, അവരുമായിട്ട് ഒരു ചർച്ചയും ഞങ്ങൾ നടത്തില്ല. CPM ആണ് RSS ആയിട്ട് ചർച്ച നടത്തും. നിങ്ങൾ പോയി, നിങ്ങൾക്ക് എന്തെങ്കിലും ഭാഗ്യമുണ്ടെങ്കിൽ ജീവിതത്തിൽ ഒരു മാധ്യമപ്രവർത്തകൻ എന്ന നിലയിൽ എന്തെങ്കിലും ഒരു ഭാഗ്യമുണ്ടെങ്കിൽ നിങ്ങൾ മുഖ്യമന്ത്രിയോട് പോയി ഒരു ചോദ്യം ചോദിക്കണം. ഞാൻ നിയമസഭയിൽ എൻ്റെ അപ്പുറത്തിരിക്കുന്ന മുഖ്യമന്ത്രിയുടെ മുഖത്ത് നോക്കി കൈവിരൽ ചൂണ്ടി ചോദിച്ചൊരു ചോദ്യമുണ്ട്. തിരുവനന്തപുരത്തെ മസ്കറ്റ് ഹോട്ടലിൽ കാറ് മാറി വന്ന് മുഖ്യമന്ത്രിയും CPM നേതാക്കളും കേരളത്തിലെ RSS നേതാക്കളും കൂടി ശ്രീ എമ്മിൻ്റെ സാന്നിധ്യത്തിൽ ഒരു ചർച്ച നടത്തിയോ? ഇല്ലയെന്ന് അദ്ദേഹം പറയട്ടെ, ഞാൻ തെളിവ് കൊണ്ടുവരാം. 4 മാസത്തിനകം ശ്രീ എമ്മിന് 4 ഏക്കർ ഭൂമി പതിച്ചു കൊടുത്തോ? ചർച്ച നടത്തിയല്ലോ. പിന്നെ നമ്മളിപ്പോൾ പറഞ്ഞു CPM നേതാക്കളും BJP നേതാക്കളും തമ്മിൽ ബിസിനസ് പാർട്ട്ണർഷിപ്പ് ഉണ്ടോ? ഇല്ലയെന്ന് രണ്ടുപേരും നിഷേധിച്ചല്ലോ ആദ്യം. അവസാനം എന്തായിരുന്നു അതിൻ്റെ കൺക്ലൂഷൻ? എനിക്ക് മാത്രമേ ഒരു അബദ്ധം പറ്റി. ഞാൻ ആ സ്വത്ത് എനിക്ക് തരാമെന്ന് പറയുമ്പോൾ വേണ്ടാന്ന് പറഞ്ഞു പോയി, അറിയാതെ പറഞ്ഞു പോയി. ഇപ്പം എനിക്ക് വിഷമമായത്. അത് വേണമെന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഇപ്പോൾ വന്നിട്ട് പറഞ്ഞല്ലോ അദ്ദേഹത്തിന് ഷെയർ ഉണ്ടെന്ന് പറഞ്ഞില്ല, അദ്ദേഹത്തിൻ്റെ കുടുംബത്തിന് ഷെയർ ഉണ്ടെന്ന് പറയും. അത് മേടിച്ചിട്ട് ഈ തെരഞ്ഞെടുപ്പിൽ ഏതെങ്കിലും സ്ഥാനാർത്ഥിക്ക് കൊടുക്കരുത്. അല്ല, ഞാൻ രാജീവ് ചന്ദ്ര ഷെയർ ഡിനൈ ചെയ്താ? രാജീവ് ചന്ദ്രശേഖർ അതൊന്നുമല്ല പറഞ്ഞത്. എൻ്റെ ഉടമസ്ഥയിലുള്ള കമ്പനിക്ക്, EP ജയരാജൻ്റെ കുടുംബമായിട്ട് ബന്ധമുള്ള കമ്പനിക്ക് ഞങ്ങൾക്ക് പാർട്ട്ണർഷിപ്പ് ഉണ്ട്. നിങ്ങൾക്ക് എന്താണെന്ന് ചോദിച്ചാൽ ഞങ്ങൾക്ക് ഒന്നുമില്ലേ. കേരളത്തിലെ CPM നേതാക്കളും BJP നേതാക്കളും കൂടി ഒരുമിച്ച് ബിസിനസ് തുടങ്ങാൻ തുടങ്ങി എന്ന് മാത്രമേ ഞാൻ പറഞ്ഞുള്ളൂ. ഞാൻ അത്രയും പറഞ്ഞുള്ളൂ, ഞാൻ കൂടുതലൊന്നും പറഞ്ഞില്ല. രണ്ടുപേരും ഒരുമിച്ച് ബിസിനസ്. എൻ്റെ ഇത് ഞങ്ങളൊക്കെ പറയുമ്പോൾ ഇല്ലേ, ഒരു അലിഗേഷനും ഇന്ന് വരെ ഒരു വാചകം പിൻവലിക്കേണ്ടി വന്നിട്ടില്ല. ഈ മുഖ്യമന്ത്രി നിയമസഭയിൽ ഇരുന്നുകൊണ്ട് അനുവാദം കൊടുത്തുകൊണ്ടാണ് നിയമസഭാ ഒരു അംഗം എനിക്കെതിരായിട്ട് അഴിമതി ആരോപണം ഉന്നയിച്ചത്. മറ്റേ മീമണ്ടിയിൽ 150 കോടി വേണമെന്ന്. എന്താ അവരുടെ വിജിലൻസ് ഇന്നലെ കോടതി കൊടുത്തത്? എന്താ ആര്? ഞങ്ങൾ പറഞ്ഞല്ലോ, ഞങ്ങൾ അത്തരം ഒരാളുമായിട്ടും ഞങ്ങൾ ചർച്ച നടത്തിയിട്ടില്ല. ഞങ്ങൾ അവരുമായിട്ട് ധാരണയിലില്ല. ഒരുപാട് കക്ഷികൾ തിരുവനന്തപുരത്തെ നിങ്ങൾ പ്രസ് ക്ലബ്ബിൽ പോയി അന്വേഷിച്ചാൽ അറിയാം. ഒരുപാട് കക്ഷികൾ കോൺഗ്രസിന് പിന്തുണ നൽകുന്നുണ്ട്, UDFന് പിന്തുണ നൽകുന്നുണ്ട്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾക്കെതിരായിട്ടുള്ള ഇഷ്ടം പോലെ ആളുകൾ. പിന്നെ CPM ഒരു കാര്യം കൂടി, ഇത്ര ചോദിച്ചല്ലേ, കുറേ നേരമല്ല ചോദിക്കുന്നത്. ഇത് എവിടെയാണ് നമ്മളിരിക്കുന്നത്? പത്തനംതിട്ട ജില്ലയിൽ തിരുവല്ലയിലായിരിക്കുന്നത്. പത്തനംതിട്ട മുനിസിപ്പാലിറ്റിയിൽ വൈസ് ചെയർമാൻ ആരാ? CPM ഭരിക്കുന്ന മുനിസിപ്പാലിറ്റിയിലെ വൈസ് ചെയർമാൻ SDPകാരൻ. അവിടുത്തെ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ആരാ? പത്തനംതിട്ടയിലെ പത്രപ്രവർത്തകരിലിരിക്കണേ ആരാ? SDPകാരൻ. ഒരുമിച്ച് ഭരിക്കുകയാണേ. അല്ലല്ല, കേക്ക് ഞാൻ പറയണ കേക്ക് മുഴുവൻ തീർക്കല്ലേ. കേൾക്കല്ലേ, കേൾക്ക്. അല്ല, ഞാൻ പറയണ കേക്ക്. ഒരുമിച്ച് ഭരിക്കുകയാണ്. എന്നിട്ട് അല്ല, അദ്ദേഹം ചോദിച്ച ചോദ്യത്തിന് ഞാൻ പറഞ്ഞത് CPM പറഞ്ഞല്ലോ അവരുമായിട്ടൊരു ബന്ധമില്ലെന്ന്. അല്ല, അദ്ദേഹം ചോദിച്ചില്ലേ, CPM പ്രഖ്യാപിച്ചല്ലോ SDPയുമായിട്ടൊരു ബന്ധമില്ലെന്ന്. ഈ പത്തനംതിട്ടയിൽ, നിങ്ങൾ പത്തനംതിട്ടയിലെ മാധ്യമ പ്രവർത്തകരാ, ഈ പത്തനംതിട്ട മുനിസിപ്പാലിറ്റി CPM SDPയും കൂടി ഒരുമിച്ച് ഭരിക്കുന്നത്. ഒരുമിച്ച് വൈസ് ചെയർമാൻ SDPI, വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ SP. തൊട്ടപ്പുറത്ത് ആന്റോണിന്റെ നിയോജക മണ്ഡലമുണ്ട്. ആന്റോണി മത്സരിക്കുന്ന നിയോജകമണ്ഡലം അത് MP ആയിട്ടുള്ളത് ഈരാറ്റുപേട്ടയിൽ. മുനിസിപ്പൽ ഭരണത്തെ താഴെ CPM ഇറക്കിയത് ആരുടെ കൂടെ ചേർന്നിട്ടാ? SDPയുടെ കൂടെ ചേർന്നിട്ട്. ഞാനൊരു ചോദ്യം, അവിടെ നിന്ന് അഭിമന്യുവിന്റെ വീട്ടിലേക്ക് എത്ര ദൂരമുണ്ട് ഈരാറ്റുപേട്ടയിൽ നിന്ന്? അല്ല, ഇതൊക്കെ ഒന്ന് ഞാൻ CPMകാരുടെ ഇതൊക്കെ CPMകാരോട് ഒന്ന് ചോദിക്കണം, എനിക്കൊന്ന് കേൾക്കണം. അത്രയേ ഉള്ളൂ. ഞാൻ പറഞ്ഞല്ലോ, മറുപടി വളരെ ക്ലിയർ.